റമളാനും സക്കാത്തും ബന്ധമില്ലെന്ന് പണ്ഡിതർ ഓർമ്മപ്പെടുത്താറുണ്ടെങ്കിലും റമളാനിലാണ് ജനം സക്കാത്ത് നൽകുന്നത് എന്ന അവസ്ഥയാണിപ്പോൾ. വിശിഷ്യ കച്ചവടക്കാരുടെ സക്കാത്ത്. ഒരു സംഖ്യ സക്കാത്ത് എന്നു കരുതി നൽകലാണ് സക്കാത്ത്. അല്ലാതെ കണക്കും നിയമവും ഒന്നും മിക്കപ്പോഴും നോക്കപ്പെടുന്നില്ല. കച്ചവട സക്കാത്തൊക്കെ കണക്ക് നോക്കിയാൽ മുടിഞ്ഞു പോകില്ലേ എന്ന ഒരു ധാരണ പൊതുവിൽ കച്ചവടക്കാർക്കുമുണ്ട്. വളരെ അപൂർവമായി മാത്രം വല്ലതും വിറ്റുപോകുന്ന കടയുടമകളും ഭീമമായ തുക സക്കാത്ത് നൽകേണ്ടി വരുന്നു എന്നതും സക്കാത്ത് ഒരു ചെറുദാനത്തിലൊതുക്കാൻ പ്രേരണയാണ്. എന്തു പറയുന്നു? എന്തു പറയുന്നു? അപ്പൊ നിസ്കാരവും നോമ്പും ഒക്കെ അതിൻ്റെ നിയമപരമായി നടക്കാതെ അതൊക്കെ പറ്റ മുടങ്ങിപ്പോവുക എന്ന് പറയുന്നത് ഇസ്ലാമിൽ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന നബിയുടെ പ്രവചനത്തിലെ കാര്യങ്ങളാണ്. ലായിബുഖാമിനൽ ഇസ്ലാമി ഇല്ലസ്മുഹു എന്നതിൻ്റെ ഭാഗമാണല്ലോ അത്. ഇസ്ലാം എന്ന് പറയുന്നത് എന്താണോ അതൊക്കെയും നാമമാത്രമായിരിക്കും, യാഥാർത്ഥ്യം നഷ്ടപ്പെടും. അതിൽപ്പെട്ട തന്നെയാണ് സക്കാത്തും. നിസ്കാരവും അങ്ങനെ തന്നെയല്ലേ? നിസ്കാരവും അങ്ങനെയാണ്, ജുമാ ജമാഅത്തുകൾ അങ്ങനെയാണ്. ലോകത്ത് നടക്കുന്നതൊക്കെ ശരിക്കും അംഗീകൃതമായ നിൽക്കേണ്ടി പോകണില്ലല്ലോ. ഇസ്ലാം അതിൻ്റെ പേരിൽ മാത്രം ഒതുങ്ങും. ഇസ്ലാം എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടൊക്കെ പഠിക്കുന്നത് 5 കാര്യങ്ങളാണ്. ഷഹാദത്ത് കലിമ വിട്ടളി, അതും ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി ചൊല്ലുമ്പോൾ അതും അങ്ങനെ തന്നെ നാമമാത്രമാകും. ബാക്കി നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് ഇതെല്ലാം നാമമാത്രമാണ്. ഈ നാമമാത്രമായി മാറുകയും നിയമങ്ങൾ ലംഘിക്കപ്പെടുകയും ചെയ്യുന്ന വിഷയം സക്കാത്തിനും വരും. കച്ചവടത്തിൻ്റെ സക്കാത്തിന് മാത്രമല്ല, ഉൽപ്പന്നങ്ങളുടെയും മറ്റും സക്കാത്തിൻ്റെ കാര്യത്തിന് നിയമം അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്നവരെല്ലാം അധികവും. അതിനിപ്പോൾ നമുക്കെന്ത് ചെയ്യാൻ കഴിയും? പക്ഷേ കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിലുള്ള ചെറിയ കച്ചവടക്കാർക്ക് വരെയും കച്ചവടത്തിൻ്റെ നിയമപ്രകാരമുള്ള സക്കാത്ത് കൊടുക്കാൻ ബാധ്യത വരും. റമദാൻ മാസമൊന്നുമല്ല, എല്ലാ കച്ചവടം എന്നാണോ തുടങ്ങിയതെന്ന് വെച്ചാൽ ആ തുടങ്ങിയതിൻ്റെ അറബ് മാസം ഏതാണ്, തീയതി ഏതാണെന്ന് വെച്ചാൽ ആ തീയതി മുതൽക്ക് കൊല്ലം കഴിഞ്ഞാൽ സക്കാത്ത് വരും. റമദാൻ 1 തുടങ്ങിയ കച്ചവടമാണെങ്കിൽ റമദാൻ മാസത്തല്ലാണ്, ഒന്നിനാണ് കൊല്ലം വകയ. ഷഅബാൻ 15 തുടങ്ങിയതാണെങ്കിൽ ഷഅബാൻ 15 അതിൻ്റെ സക്കാത്ത് കൊടുക്കേണ്ട കാലം വരിക. റബിയുൽ അവ്വൽ തുടങ്ങിയാണെങ്കിൽ റബിയുൽ അവ്വലിലാണ് സക്കാത്തിൻ്റെ കാലം വരിക. എന്നാണ് തുടങ്ങിയതെന്ന് വെച്ചാൽ അതനുസരിച്ച് അറബ് വല്ല കൂട്ട, ഇംഗ്ലീഷ് അല്ല, അറബിൻ്റെ തീയതി എന്നാണെങ്കിൽ ആ തീയതി അനുസരിച്ച് ഒരു കൊല്ലം പൂർത്തിയായാൽ അപ്പോഴാണ് സക്കാത്ത് നിർബന്ധമാകുന്ന കാലമാവുക. പിന്നെ വല്ല തന്ത്രങ്ങൾ ഉപയോഗിച്ചൊക്കെ വല്ല കച്ചവടക്കാരും റമദാനിൽ കൊടുക്കാനായിട്ട് ഒപ്പിച്ചു വരുന്നുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞൂടാ. അങ്ങനെ വരുത്താനൊക്കെ കഴിയും. ചിലപ്പോൾ കൊല്ലങ്ങളൊക്കെ ഇടയിൽ മുറിച്ചുകൊണ്ട് വരുത്താനൊക്കെ കഴിയുന്ന തന്ത്രങ്ങളൊക്കെ പയറ്റാം. ഏതായാലും റമദാൻ മാസം സക്കാത്ത് കൊടുക്കാനായിട്ടുള്ളൊരു മാസമല്ല, അത് ദാനധർമ്മത്തിൻ്റെ മാസമാണ്. സക്കാത്തിൻ്റെ നിയമം അനുസരിച്ചുകൊണ്ട് സമ്പത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ് സക്കാത്ത്. ആ സമ്പത്തിൻ്റെ നിയമം അനുസരിച്ച് സമ്പത്ത് കുടിക്കൊള്ളുന്നത് എവിടെയാണോ അവിടുത്തെ അവകാശങ്ങൾ എന്നിങ്ങനെയൊക്കെയുള്ള നിയമങ്ങളൊക്കെ നോക്കിയിട്ടാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അത് എല്ലാ കാര്യത്തിലും തുക സക്കാത്ത് കൊടുക്കുക, സക്കാത്തായിട്ടാണ് വരും. അപ്പം സക്കാത്ത് എന്നുള്ള ഞങ്ങൾക്ക് കൊടുക്കാൻ അതിൻ്റെ നിയമങ്ങൾ പഠിച്ചറിഞ്ഞുകൊണ്ട് ശരിയാക്കാണ്. ചെറിയ കച്ചവടക്കാർക്ക് കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞ നിയമം ഏറെ നിയമമൊന്നും അതിലില്ലല്ലോ. ആ നിയമ സാധനങ്ങളുടെ വിലയൊക്കെ കെട്ടിയിട്ട് അതിൻ്റെ വിലക്കെട്ടൊക്കെ കണക്കൂട്ടിയിട്ട് നമ്മൾ പറയുന്ന കണക്കിൽ 2.5% കൊടുക്കുക. ചെറിയ കച്ചവടമാണെങ്കിൽ ചെറിയ കച്ചവടത്തിലെ ലാഭത്തിൻ്റെ അതുപോലെ അതിൻ്റെ മുതലിൻ്റെ ഒക്കെ കൂട്ടിയിട്ട് 2.5% വരുള്ളൂ. ആ 2.5% വലുതിനാവുമ്പോൾ വലിയ 2.5%, ചെറുതിനാവുമ്പോൾ ചെറിയ 2.5% എന്നല്ല. എന്താ, ചെറിയ കച്ചവടക്കാർക്കും കൊടുക്കേണ്ടി വരുന്നുണ്ട്, അവർക്കും വരുന്നുണ്ട്, അതുകൊണ്ട് സക്കാത്ത് കൊടുക്കൂല എന്ന് പറയുന്ന നിലപാടോ, അതുകൊണ്ടാകാം സക്കാത്ത് ഇങ്ങനെ സദക്കയായി മാറിയത്, എന്തെങ്കിലുമൊക്കെ ഒന്ന് സദക്കയായി മാറിയത് എന്ന് ധരിക്കാനിടയില്ല. വിവരക്കുറവാണ് ഇതിൻ്റെ കാരണം, നാം മനസ്സിലാക്കേണ്ടത്. ഇത് സംബന്ധിച്ചുള്ള ബോധമില്ലായ്മ. പിന്നെ ഇത് സമ്പത്താണല്ലോ. ഓഹിദറത്തിൽ അംഫുസുഷുഹ എന്നല്ലേ, ഓഹിദറത്തിൽ അംഫുസുഷുഹ. മനുഷ്യ മനസ്സുകളെ എല്ലാം ലുബ്ധത എന്ന് പറയുന്നത് അതിൻ്റെ കൂടപ്പിറപ്പാണ്. ആ ലുബ്ധതയിൽ നിന്ന് മാറാൻ ഒരു മനസ്സിനും കഴിയില്ല. അത് സമ്പത്ത് കൊടുക്കുന്നിടത്താകുമ്പോൾ ഏറ്റവും അധികം ഒരു ലുബ്ധ എന്ന് പറയുന്നത് കമ്പത്ത് കൊടുക്കുന്നിടത്ത്. ബാക്കിയെല്ലാം തയ്യാറാണ്, നിസ്കാരത്തിനൊക്കെ വളരെ തയ്യാറാണ്. പക്ഷേ സക്കാത്തിന് തയ്യാറാകുക എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസം തന്നെയാണ്. അപ്പോൾ ആ നിലക്കുള്ള ഒരു ലുബ്ധിൻ്റെ കാര്യം കൂടി, സമ്പത്താണെന്ന കാര്യം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. എന്നല്ലാതെ കച്ചവടത്തിന്, ചെറുകിട കച്ചവടത്തിനും കൂടി സക്കാത്ത് നിർബന്ധമായതുകൊണ്ടാണ് ഇങ്ങനെ പോയത് എന്ന് ചിന്തിക്കുന്നത് ഒരിക്കലും ശരിയല്ല.
സക്കാത്താണെങ്കിലും മറ്റെന്ത് കർമ്മങ്ങളാണെങ്കിലും നിയമങ്ങൾ മനസ്സിലാക്കി അറിഞ്ഞുകൊണ്ട് അതനുസരിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കേണ്ടത്. അത് അറിവില്ലാത്തവർ ചോദിച്ചു പഠിക്കണം. നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ നമ്മൾ കച്ചവടക്കാരെ ഉണർത്തണം. വേണ്ടതുപോലെയൊക്കെ ചെയ്യേണ്ടതാണത്.